2021 ജൂൺ 13 ഇസ്രയേലിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയായ നെസറ്റ് ആസ്ഥാനം. വേനലിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ജെറുസലേം നഗരം ആ ഞായറാഴ്ച ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. 12 വർഷത്തെ നെതന്യാഹു യുഗത്തിന് അന്ത്യമിട്ട് ഇസ്രയേലിന്റെ 13ാമത് പ്രധാനമന്ത്രിയായി നഫ്താലി ബെന്നറ്റിന്റെ സത്യപ്രതിജ്ഞ. നെതന്യാഹുവിന്റെ ഓഫറുകളെല്ലാം നിരസിച്ച് കേവല ഭൂരിപക്ഷത്തിനുള്ള മാജിക് നമ്പറായ 61-ലെത്താൻ വലത് ഇടത് അറബ് പാർട്ടികളുടെ ഐക്യ സർക്കാരിന് രൂപം നൽകി നഫ്താലി ബെന്നറ്റ് കിങ് മേക്കറായി അവതരിച്ച കാലം. അന്ന് പലസ്തീൻ വിഷയത്തിലടക്കം പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങൾ എന്താകുമെന്ന് ലോകം ഉറ്റുനോക്കിയപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉയർന്നുകേട്ട ഒരു പേരുണ്ട്: മൻസൂർ അബ്ബാസ്. ഇസ്രയേലിലെ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ സദേൺ ബ്രാഞ്ചിനെ പ്രതിനിധീകരിക്കുന്ന യുണൈറ്റഡ് അറബ് ലിസ്റ്റ് അഥവാ റാം പാർട്ടിയുടെ നേതാവ്. ഇസ്രയേലിന്റെ ഭരണസഖ്യത്തിലെത്തുന്ന ആദ്യത്തെ സ്വതന്ത്ര അറബ് രാഷ്ട്രീയ നേതാവ്. അറബ് വംശജരെ പിളർത്തി അധികാരമുറപ്പിച്ചെന്ന് നഫ്താലി ബെന്നറ്റ് അന്ന് പഴികേട്ടപ്പോൾ സൈനിസത്തിന്റെ കൈകളിലേക്ക് സ്വയം വലിച്ചെറിയപ്പെട്ടെന്ന് പലസ്തീൻ രാഷ്ട്രീയ നിരീക്ഷകർ മൻസൂർ അബ്ബാസിനെ കുറ്റപ്പെടുത്തി. ഇസ്രയേലിനെ അട്ടിമറിക്കാൻ നെസറ്റിലെത്തിയ ഇസ്ലാമിക ട്രോജൻ കുതിരയെന്ന് ജൂത വലതുപക്ഷം തുറന്നടിച്ചു. നെതന്യാഹുവിന്റെ കീ പൊളിറ്റിക്കൽ ഓപ്പണന്റ് എന്ന നിലയിൽ മൻസൂർ അബ്ബാസും റാം പാർട്ടിയും നെസറ്റിൽ നിർണായക രാഷ്ട്രീയ സാന്നിധ്യമാകുന്നതാണ് പിന്നീട് കണ്ടത്. ഇപ്പോഴിതാ ഗസ, ലബനോൻ, ഇറാൻ യുദ്ധപരമ്പരയ്ക്ക് ശേഷം ഇസ്രയേൽ പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ റാം പാർട്ടി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. നെസറ്റിൽ പ്രാതിനിധ്യമുറപ്പിക്കാൻ അറബ് പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ജോയിന്റ് ലിസ്റ്റിന്റെ പുനഃസ്ഥാപനമാണ് ഒരു വശത്ത്. തീവ്രവാദ ചാപ്പകുത്തി റാം പാർട്ടിയെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കാനുള്ള ഭരണസഖ്യത്തിന്റെ നീക്കമാണ് മറുവശത്ത്. എന്താണ് നെതന്യാഹുവും സഖ്യകക്ഷികളും ഭയക്കുന്നത്? 2026-ൽ നെതന്യാഹുവിനെ അട്ടിമറിക്കാൻ ഇസ്രയേലിലെ അറബ് പാർട്ടികൾക്ക് സാധിക്കുമോ? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഖ്യകക്ഷികൾ മൻസൂർ അബ്ബാസിനെയും യുണൈറ്റഡ് അറബ് ലിസ്റ്റ് അഥവാ റാം പാർട്ടിയെയും തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് രാഷ്ട്രീയമായും നിയമപരമായും അയോഗ്യരാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇസ്രയേലി മാധ്യമമായ ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടിയെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കങ്ങൾക്കിടെയാണ് പുതിയ ചർച്ചകളെന്നാണ് നെതന്യാഹുവിനോട് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചാനൽ 13 റിപ്പോർട്ട്. റാമിന്റെ മാതൃപ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക് മൂവ്മെന്റ് യുദ്ധകാലത്ത് ഗസയിലേക്ക് സംഭാവനകൾ കൈമാറിയതായും അതുവഴി ഹമാസിനെ പിന്തുണക്കുന്നതായുമായാണ് ആരോപണം. ജനാധിപത്യ വിരുദ്ധമായി തന്റെ പാർട്ടിക്ക് അയോഗ്യത കൽപ്പിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ റാം പാർട്ടിയുടെ ചെയർമാൻ മൻസൂർ അബ്ബാസിന്റെ പ്രതികരണം. ഇതിനുള്ള മറുപടി ബാലറ്റ് പെട്ടിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രയേലിലെ പ്രധാന ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെത്ത് തിരഞ്ഞെടുപ്പ് കാലയളവിൽ രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കാതെ ജനാധിപത്യ ക്രമം സംരക്ഷിക്കണമെന്നാണ് മൻസൂർ അബ്ബാസിന്റെ ആഹ്വാനം. എന്നാൽ പ്രസ്തുത റിപ്പോർട്ടിനെ കുറിച്ച് നെതന്യാഹുവിന്റെ ഓഫീസ് അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇസ്രയേലിലെ ഒരു ഇസ്ലാമിക യാഥാസ്ഥിതിക രാഷ്ട്രീയ പാർട്ടിയാണ് യുണൈറ്റഡ് അറബ് ലിസ്റ്റ്. ഹീബ്രു ഭാഷയിലാണ് റാം എന്ന ചുരുക്കപ്പേര്. ഇസ്രയേലിലെ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ സദേൺ ബ്രാഞ്ചിന്റെ രാഷ്ട്രീയ വിഭാഗമായ പാർട്ടി 1996-ലാണ് സ്ഥാപിതമാകുന്നത്. അറബ് ദേശീയതയും ഇസ്ലാമിക ആശയങ്ങളും പിന്തുണയ്ക്കുന്ന പാർട്ടി പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെ അനുകൂലിക്കുകയും ഇസ്രയേലിലെ അറബ് വംശജരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 1950-കൾക്ക് ശേഷം ഒരു ഭരണസഖ്യത്തിൽ ചേരുന്ന ആദ്യത്തെ അറബ് ഭൂരിപക്ഷ പാർട്ടിയായി 2021-ലാണ് റാം പാർട്ടി ചരിത്രം സൃഷ്ടിക്കുന്നത്. മൻസൂർ അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഇസ്രയേലിൽ അറബ് ന്യൂനപക്ഷം നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. തൊഴിൽ, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം തുടങ്ങി വിവിധ മേഖലകളിൽ അറബ് സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ള ഒരു പഞ്ചവത്സര പദ്ധതിക്ക് മൻസൂർ അബ്ബാസ് നേതൃത്വം നൽകിയിരുന്നു. ക്യാബിനറ്റ് നിയമം പുനഃപരിശോധിക്കുന്നതിനായും റാം പാർട്ടി നീക്കങ്ങൾ നടത്തി. ഇസ്രയേലിന്റെ പ്ലാനിംഗ് ആൻഡ് ബിൽഡിംഗ് നിയമത്തിൽ 2017-ൽ കൊണ്ടുവന്ന വിവാദപരമായ ഭേദഗതിയാണ് ക്യാബിനറ്റ് നിയമം. പെർമിറ്റുകളില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുള്ള പിഴകൾ കർശനമാക്കുകയും പൊളിച്ചുമാറ്റൽ, കുടിയൊഴിപ്പിക്കൽ ഉത്തരവുകൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നിയമം. അറബ് പ്രദേശങ്ങളിലെ വീടുകൾ പൊളിക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തടസ്സമായി. കെട്ടിട പെർമിറ്റ് അനുവദിക്കുന്നതിലടക്കം വ്യവസ്ഥാപിത വിവേചനങ്ങൾ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിലെ പലസ്തീൻ പൗരന്മാരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും നിയമത്തെ ശക്തമായി എതിർത്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. 2021-ലാണ് മൻസൂർ അബ്ബാസ് ഇസ്രയേലിനെ ഒരു ജൂത രാഷ്ട്രമായി അംഗീകരിച്ച് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലുമില്ലെങ്കിലും ഇസ്രയേൽ ഒരു ജൂത രാഷ്ട്രമാണ്. എന്റെ കേന്ദ്ര ലക്ഷ്യം രാജ്യത്തെ അറബ് പൗരന്മാരുടെ പദവി നിർവചിക്കുക എന്നതാണ്. എല്ലാ പൗരാവകാശങ്ങളും ലഭിക്കാൻ അർഹതയുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു പൗരനായാണ് ഞാൻ എന്നെ കാണുന്നത് എന്നാണ് അദ്ദേഹം കുൽ അൽ അറബ് വാർത്താ സൈറ്റിനോട് പറഞ്ഞത്. ഇതോടെ മൻസൂർ അബ്ബാസ് അറബ് സമൂഹത്തിന്റെ രോഷത്തിന് പാത്രമായി. വിവാദം കടുത്തപ്പോൾ അറബ് പൗരന്മാർ രാജ്യത്തിന്റെ ജൂത സ്വത്വത്തെ വെല്ലുവിളിക്കുന്നതിന് പകരം
പൗരപദവി, സമത്വം തുടങ്ങിയവ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു മൻസൂർ അബ്ബാസിന്റെ വിശദീകരണം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ റാം പാർട്ടിയെ ഒഴിവാക്കി ഇസ്രയേലിലെ അറബ് ഭൂരിപക്ഷ പാർട്ടികളായ ഹദാഷ്, താൽ, ബലദ് എന്നിവ ജോയിന്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യ ചർച്ചകൾ ഉൾപ്പെടെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിലനിർത്തണമെന്ന തരത്തിൽ റാം പാർട്ടി വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചതായി ഹാരറ്റ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ യൂണിഫൈഡ് പലസ്തീനിയൻ അറബ് ലിസ്റ്റ് എന്ന ആശയം പുതിയതല്ല. 2015-ലെയും 2020-ലെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ അറബ് വോട്ടുകൾ ഏകീകരിക്കാൻ സമാനമായ ശ്രമങ്ങൾ നടന്നിരുന്നു. പൊതു തിരഞ്ഞെടുപ്പ് അജണ്ടയ്ക്ക് പിന്നിൽ അറബ് രാഷ്ട്രീയ പിന്തുണ സമാഹരിക്കുക എന്നതാണ് ജോയിന്റ് ലിസ്റ്റിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഇസ്രയേലിലെ ഏകദേശം 2.1 ദശലക്ഷത്തോളം വരുന്ന അറബ് പൗരന്മാരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും ജൂതകക്ഷികൾ അവഗണിക്കുകയോ നിസ്സാരമായി കാണുകയോ ചെയ്യുന്നുവെന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വാദം. ഗസ യുദ്ധത്തിന് ശേഷം ഇസ്രയേലിൽ പലസ്തീൻ വിരുദ്ധ വികാരം വളർന്നുവരുന്ന സാഹചര്യത്തിൽ അറബ് പാർട്ടികളെയും നേതാക്കളെയും അയോഗ്യരാക്കാൻ തീവ്ര വലതുപക്ഷ സർക്കാർ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ ജോയിന്റ് ലിസ്റ്റിന്റെ പുനഃസ്ഥാപനം അറബ് വോട്ടർമാർ ഉറ്റുനോക്കുകയാണ്. നെതന്യാഹുവിന്റെ റേസിസ്റ്റ് റൈറ്റ് വിംഗ് നയങ്ങളെയും യുദ്ധക്കൊതിയെയും പിന്തുണക്കുന്ന ഒരു ഭരണസഖ്യം രൂപീകരിക്കുന്നതിനാവശ്യമായ നെസറ്റ് സീറ്റുകൾ നഷ്ടപ്പെടുത്തി അദ്ദേഹത്തെ പുറത്താക്കാനാണ് അറബ് പാർട്ടികൾ ഫലപ്രദമായി ശ്രമിക്കുന്നത്. നഫ്താലി ബെന്നറ്റ്, യൈർ ലാപിഡ് സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള നെതന്യാഹുവിനെതിരായ മെയിൻ ബ്ലോക്ക് 63 നെസറ്റ് സീറ്റുകൾ മാത്രമേ നേടൂ എന്നാണ് ഇക്കഴിഞ്ഞ മെയ്യിൽ പുറത്തുവന്ന പൊതുജനാഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നത്. ലിക്വിഡ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് 52 സീറ്റുകൾ നിലനിർത്തുമെന്നും ജോയിന്റ് ലിസ്റ്റിലുള്ള അറബ് പാർട്ടികൾ നിലവിലുള്ള 10 സീറ്റുകൾ നിലനിർത്താനും 15 വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും പബ്ലിക് ഒപ്പീനിയൻ പോൾസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നെസറ്റിലെ 3ാമത്തെ വലിയ ബ്ലോക്കാകും അറബ് ജോയിന്റ് ലിസ്റ്റ് എന്നാണ് വിലയിരുത്തൽ. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൽ നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. 2026 ഒക്ടോബർ 27 വോട്ടെടുപ്പ് എന്നാണ് റിപ്പോർട്ടുകൾ. 120 അംഗ പാർലമെന്റ് ഇക്കഴിഞ്ഞ മെയ്യിൽ പിരിച്ചുവിടുകയും രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സഖ്യകക്ഷിയായ അൾട്രാ ഓർത്തഡോക്സ് ജൂത വിഭാഗം സർക്കാരുമായുള്ള പങ്കാളിത്തം അവസാനിപ്പിച്ചതാണ് പെട്ടെന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായത്. ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ സഖ്യ സർക്കാരുമായാണ് 2022 ഡിസംബറിൽ നെതന്യാഹു അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും യുദ്ധവും നയതന്ത്ര വീഴ്ചകളുമായി അത്ര സുഖകരമായിരുന്നില്ല ഇത്തവണ ഭരണകാലം. ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം കണക്കാക്കപ്പെടുന്നത്. തുടർന്ന് ഗസയിലും ലബനനിലും ഇറാനിലും വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്കാണ് രാജ്യം നീങ്ങിയത്. ഇതിനിടയിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളും നെതന്യാഹു നേരിട്ടു. ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട സർവേ പ്രകാരം 61% ഇസ്രയേൽ ജനങ്ങളും നെതന്യാഹു ഇനി മത്സരിക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾക്ക് അറബ് പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഭൂരിപക്ഷം നേടാനാകില്ലെന്ന പ്രതീക്ഷയിലാണ് നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവർ. അതിനിടെ നെതന്യാഹു വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തനിക്കുറപ്പില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഏറെ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹു വീണ്ടും ജനവിധി തേടുമെന്ന് ലിക്വിഡ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.